ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനൊരു ബോട്ടിലാട്ടനായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാട്ടാണ്. ആർക്കും എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമ്മളതിന് ഗ്ലാസിൻ്റെ ബോട്ടിലോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ അതിന് ആദ്യം ഒരു ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് കൊടുക്കുകയാണ്. ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ടല്ല, സ്പോഞ്ച് കൊണ്ടാണ് ചെയ്യുന്നത്. സ്പോഞ്ച് കൊണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്നൊരു പെയിൻറ്റ് അധികമാകും, പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. ബ്രഷ് ആകുമ്പം ഒരു ലൈൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ നിങ്ങളെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഉപയോഗിച്ചിട്ട് ഒന്നൊരു ഫുള്ളായിട്ട് ഒരു കോട്ട് പെയിൻറ്റ് അടിക്കുക. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. എന്നിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കേണ്ടത്. അത് ഡ്രൈ ആവാതെ തന്നെ നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കുകയാണെങ്കിൽ അപ്പോൾ സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ ആ സ്പോഞ്ചിലേക്ക് നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു കോട്ട് അടിച്ച പെയിൻ്റ് ഇല്ലേ, അത് പെയിൻറ്റ് അതിലേക്ക് ഇളകിപ്പോവും, അതൊക്കെ ചീത്തയാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം സെക്കൻഡ് കോട്ട് അടിക്കുക. ഇപ്പം ഞാൻ ഒരു കോട്ട് അടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കോട്ട് അടിച്ചിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ സെക്കൻഡ് കോട്ടും അടിച്ച് അതും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബോട്ടിലെ വർക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പോളിത്തീൻ്റെ കവറാണ്. നമ്മൾ കവർ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള കവർ നോക്കിയെടുക്കുക. നന്നായിട്ട് അത് ചുളിവ് വരുന്ന ടൈപ്പ്, നമ്മൾ ഈ ചുരുട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് ചുളിവ് വരുന്ന ടൈപ്പ് കവർ നോക്കി നമ്മൾ എടുക്കണം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കവർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചുളിവുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വർക്കിന് നമുക്ക് നല്ല ചുളിവുള്ള ടൈപ്പ് കവറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ കവർ എടുത്ത് നന്നായിട്ടൊന്ന് ചുരുക്കി നമ്മൾ കയ്യിലൊന്ന് ഇങ്ങനെ പിടിക്കുകയാണ്, ഒന്ന് അമർത്തി പിടിക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ബ്രഷ് കൊണ്ടൊന്ന് ആ കവറിൻ്റെ മേലേക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പെയിൻറ്റ് വേണ്ട, കുറച്ച് മതി. എന്നിട്ട് നമ്മൾ ബോട്ടിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് നമ്മളൊന്നൊരു പേപ്പറിലോ എന്തിലെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്യാം. കാരണം അധികം ആ പേപ്പറിൽ പെയിൻറ്റ് അധികം ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് നമ്മൾ ബോട്ടിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു പെയിൻറ്റ് ബോട്ടിൽ എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ചുളിവുകളില്ലേ കവറിൽ, അതിൻ്റെ മേലെ പെയിൻ്റ് ആയിട്ടുണ്ടല്ലോ, ആ ഒരു എഫക്റ്റാണ് നമുക്ക് ആ ഒരു ബോട്ടിൽ വരുത്തുന്നത്. ഇതാണ് ആ ഒരു ബോട്ടിൽ ആർട്ട് തന്നെ. അപ്പോൾ ആ കവർ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് തീരെ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അധികം വരുന്ന പെയിൻറ്റ് നമുക്ക് ആ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടിവശത്തോ ഏറ്റവും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ഞാൻ ആ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യല്ലാതെ ഒരു പ്ലേറ്റിൽ കുറച്ച് പെയിൻറ്റ് ആക്കിയിട്ട് എന്നിട്ട് അതിൽ ഈ കവറൊന്ന് നമ്മൾ ചുരുട്ടി പിടിച്ച കവറില്ലേ, ആ കവറൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചെയ്താലും മതി. പക്ഷേ അങ്ങനെ ആകുമ്പോൾ കുറച്ച് അധികം പെയിൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കവർ ജസ്റ്റ് ബോട്ടിലിൻ്റെ അടിഭാഗത്തോ അല്ലെങ്കിൽ ആ ഒരു പേപ്പറിലോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അധികമുള്ള പെയിൻറ്റ് കളയാം. എന്നിട്ട് മാത്രം നമ്മൾ ബോട്ടിലേക്ക് ടച്ച് ചെയ്താൽ മതി. കാരണം ഈ ബോട്ടിൽ ഒരുപാട് പെയിൻറ്റ് വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ആ ഒരു മാർബിൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ലൈൻസും കുറച്ച് ഡോട്ട്സൊക്കെ വരുന്ന രീതിയിൽ മതി. ഈ ഒരു ബോട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ എഫക്റ്റ് കൊടുക്കുന്ന ആ ഒരു പെയിൻറ്റ് കവറിൽ അധികം ഉണ്ടാവാൻ പാടില്ല. അധികം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബോട്ടിൽ ചെയ്തതൊക്കെ വൃത്തികേടാവും. അപ്പം നമ്മളുടെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വർക്കാണെന്ന്. ഇതുവരെ ബോട്ടിൽ ചെയ്യാത്തവർക്കും ചെയ്യാം, അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. ഈവൻ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും. കാരണം ജസ്റ്റ് ഒരു ബേസ് കോട്ട് അടിക്കുക, പിന്നെ അതിൻ്റെ മേലെ ഒരു ജസ്റ്റ് കവർ കൊണ്ട് ടച്ച് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. അപ്പം നമ്മളുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ നമ്മൾ ഈ പെയിൻ്റ് ഒന്ന് ഇളകി പോവാതിരിക്കാനും വെള്ളം തട്ടിയാലൊക്കെ ചീത്തയാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. 1-2 കോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ഒരു കോട്ട് അടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം അടുത്ത കോട്ടും കൂടെ ഒന്ന് അടിക്കാം. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും, കുറേ കാലം അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. വാർണിഷോ അല്ലെങ്കിൽ ഈ ഫെവിക്കോളോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു ഡയറക്ഷനിൽ മാത്രമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് അതിന് ഒരു കറക്റ്റ് ഒരു ഭംഗി കിട്ടുക. നിങ്ങൾക്ക് വാർണിഷ് കിട്ടുകയാണെങ്കിൽ വാർണിഷ് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഫെവിക്കോളിന് 1/2 സ്പൂൺ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ ആ ഒരു വാർണിഷൊക്കെ ഇവിടെ ഡ്രൈ ആയിട്ട് നമ്മളുടെ ആ ഒരു ഈസി പീസി ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്, പക്ഷേ അത് വിചാരിച്ചിട്ട് ഭംഗിക്കൊരു കുറവുമില്ല. ഇങ്ങനെ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയാണ് നേരിട്ടത് കാണാൻ. ആ ഒരു ബ്ലാക്ക് കളർ നമ്മൾ കാണുന്ന ആ ഒരു മാർബിളിൻ്റെ അതേപോലെയുണ്ട്. ഈ ഒരു ബ്ലാക്ക് കളർ അടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് ഗ്രീന്, ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്രൗൺ ഒക്കെ അടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു മാർബിളാണ് ബ്ലാക്ക് കളറ്. അപ്പോൾ അതാണ് ആ ഒരു ബ്ലാക്ക് കളർ അടിച്ചത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക.
നിങ്ങൾ പിക്ചേഴ്സൊക്കെ അയച്ചു തരേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. പാംക്രാഫ്റ്റ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പേരും. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.